നമസ്കാരം. കേരളത്തെ ഇത്രത്തോളം പിടിച്ചുലച്ച ഒരു കേസ്, ചാരക്കേസിനെ പോലെ മറ്റൊരു കേസ് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. പക്ഷേ എന്തുകൊണ്ടാണ് ആ കേസ് ഉണ്ടായത് എന്നുള്ളതാണ്. കേരളത്തെ പിടിച്ചുലച്ച ISROയുടെ ചാരക്കേസിന് പിന്നിൽ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ്റെ ലൈംഗിക താൽപ്പര്യം അത് നിഷേധിച്ചതാണ് എന്നുള്ള CBI കണ്ടെത്തലിനെ കുറിച്ച് കേരളം ഞെട്ടലോടുകൂടിയാണ് കഴിഞ്ഞ ദിവസം കേട്ടത്. സ്പെഷ്യൽ ബ്രാഞ്ച് ഇൻസ്പെക്ടറായിരുന്ന S. വിജയൻ്റെ ലൈംഗിക താൽപ്പര്യത്തിന് മറിയം റഷീദ വഴങ്ങാതിരുന്നതിൻ്റെ പകയിലാണ് ചാരക്കേസ് ജനിക്കുന്നത് എന്നാണ് CBIയുടെ കണ്ടെത്തൽ എന്ന് പറയുന്നത്. തിരുവനന്തപുരം ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിൽ CBI സമർപ്പിച്ച കുറ്റപത്രത്തിലെ കൂടുതൽ വിവരങ്ങളിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന വാർത്ത പുറത്തു വന്നത്. S. വിജയൻ്റെ ലൈംഗിക ആവശ്യങ്ങൾക്ക് വഴങ്ങാത്തതിലെ നീരസമാണ് മറിയം റഷീദയെ അനധികൃതമായി അറസ്റ്റ് ചെയ്യുന്നതിലേക്ക് നയിച്ചത് എന്നും പിന്നീട് അത് മറയ്ക്കാനായി കൂടുതൽ തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയായിരുന്നുവെന്നുമാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. CB മാത്യൂസ്, KK ജോഷുവ, RB ശ്രീകുമാർ, S. വിജയൻ, PS ജയപ്രകാശ് എന്നിവർ ഗൂഢാലോചന നടത്തുകയും വ്യാജരേഖകൾ തയ്യാറാക്കി അനധികൃത അറസ്റ്റുകൾ നടത്തി ഇരകളെ പീഡിപ്പിക്കുകയായിരുന്നുവെന്നാണ് CBIയുടെ കുറ്റപ്പെടുത്തൽ. മറിയം റഷീദയെ ലൈംഗികമായി പീഡിപ്പിക്കുവാനും S. വിജയൻ ശ്രമിച്ചിരുന്നു. ഈ 4 പേരെയും പ്രോസിക്യൂട്ട് ചെയ്യണമെന്ന് CBI തന്നെ ആവശ്യപ്പെടുകയും ചെയ്തിരിക്കുകയാണ്. ISROയുടെ ചാരക്കേസ് അത് ഗൂഢാലോചന സംബന്ധിച്ച കുറ്റപത്രത്തിൽ കേരള സർക്കാരിനെതിരെയും CBI രംഗത്തെത്തിയിട്ടുണ്ട്. ISRO ചാരക്കേസ് അന്വേഷിച്ചതിലെ വീഴ്ച, അതിൽ വീഴ്ച വരുത്തിയ പോലീസ് ഉദ്യോഗസ്ഥരായിട്ടുള്ള CB മാത്യൂസും KK ജോഷുവായും S. വിജയൻ എന്നിവർക്കെതിരെ നടപടിയെടുക്കണമെന്ന് കേരള സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നതായിട്ടാണ് ആ കുറ്റപത്രത്തിൽ പറയുന്നത്. എന്നാൽ സർക്കാർ ചാരക്കേസ് വീണ്ടും അന്വേഷിക്കാനാണ് അന്ന് ഉത്തരവിട്ടത്. എന്നാൽ ആ ഉത്തരവ് സുപ്രീം കോടതി റദ്ദാക്കുകയായിരുന്നു. എങ്കിലും ഉദ്യോഗസ്ഥർക്കെതിരെ അച്ചടക്ക നടപടി വേണ്ടെന്നായിരുന്നു സർക്കാരിൻ്റെ തീരുമാനം. ഇതിനെതിരെ നമ്പിനാരായണൻ സുപ്രീം കോടതിയിലെത്തി. നമ്പിനാരായണൻ 50 ലക്ഷം രൂപ നഷ്ടപരിഹാരം നൽകാൻ നിർദ്ദേശിച്ച കോടതി കേസിൽ അദ്ദേഹത്തെ കുടുക്കിയത് സംബന്ധിച്ച് അന്വേഷിക്കുവാൻ ജസ്റ്റിസ് DK ജെയിൻ്റെ നേതൃത്വത്തിൽ ഒരു സമിതി രൂപീകരിക്കുകയും ചെയ്തു. ആ സമിതിയുടെ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ സുപ്രീം കോടതി നിർദ്ദേശപ്രകാരം 2021 മെയ് മാസത്തിൽ ഗൂഢാലോചന സംബന്ധിച്ച് കേസെടുക്കുന്നു. കേരള പോലീസിലെ 7 ഉദ്യോഗസ്ഥരുടെയും 11 IB ഉദ്യോഗസ്ഥരുടെയും പേരിൽ ആയിരുന്നു അന്ന് കേസെടുത്തത്. CBI നടത്തിയ അന്വേഷണത്തിൽ മാലദ്വീപ് സ്വദേശികളായിട്ടുള്ള മറിയം റഷീദയും ഫൗസിയ ഹസനും തിരുവനന്തപുരത്ത് ഹോട്ടൽ സാമ്രാട്ടിൽ 1994 സെപ്റ്റംബർ മാസം 17 മുതൽ താമസിച്ചിരുന്നതായി കണ്ടെത്തുന്നു. വിസ കാലാവധി കഴിയാതിരുന്നതിനാൽ പോലീസ് കമ്മീഷണറുടെ ഓഫീസിലെത്തി സ്പെഷ്യൽ ബ്രാഞ്ച് CI S. വിജയനെ ഇവർ നേരിട്ട് കാണുന്നു. ശ്രീലങ്കയിലേക്കുള്ള വിമാന ടിക്കറ്റും പാസ്പോർട്ടും വാങ്ങിച്ച വിജയൻ വീണ്ടും വരാൻ മറിയം റഷീദോട് പറയുന്നു. ഒക്ടോബർ 13 ഇവർ താമസിച്ചിരുന്ന ഹോട്ടൽ മുറിയിലെത്തിയ വിജയൻ ഫൗസിയ ഹസനോട് പുറത്തു പോകാൻ പറയുന്നു. തുടർന്ന് മുറിയടച്ച വിജയൻ ലൈംഗിക താൽപ്പര്യത്തോടെ മറിയം റഷീദയെ സമീപിച്ച് അവരെ കെട്ടിപ്പിടിക്കാൻ ശ്രമിച്ചു. എന്നാൽ അവർ ചെറുത്തതോടെ വിജയൻ പെട്ടെന്ന് മുറിവിട്ട് പുറത്തു പോകുന്നു. തുടർന്ന് ഹോട്ടൽ രേഖകൾ പരിശോധിച്ചതിൽ നിന്ന് മറിയം റഷീദ ISROയിൽ ജോലി ചെയ്തിരുന്ന D. ശശികുമാരൻ എന്ന ശാസ്ത്രജ്ഞനെ ഫോണിൽ ബന്ധപ്പെട്ടതായി വിവരം വിജയന് ലഭിക്കുന്നു. മാലദ്വീപ് സ്വദേശിനി ISRO ശാസ്ത്രജ്ഞനെ വിളിച്ച വിവരം വിജയൻ പോലീസ് കമ്മീഷണർ VR രാജീവനെ അറിയിക്കുന്നു. ഇദ്ദേഹം അക്കാര്യം SIB ഡെപ്യൂട്ടി ഡയറക്ടറായിരുന്ന RB ശ്രീകുമാറിനെ അറിയിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ SIB ഉദ്യോഗസ്ഥരായിട്ടുള്ള MJ പുന്നനും GS നായരും മറിയം റഷീദയും ഫൗസിയ ഹസനും താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ പരിശോധന നടത്തിയെങ്കിലും അവിടെ നിന്ന് പക്ഷേ ഒന്നും കണ്ടെത്താൻ കഴിയുന്നില്ല. ഫൗസിയ ഹസൻ ഒക്ടോബർ 19 ഹോട്ടൽ വിട്ട് ബംഗളൂരിലേക്ക് പോയി. എന്നാൽ വിജയൻ പാസ്പോർട്ട് പിടിച്ചു വച്ചതിനായി അതുകൊണ്ട് മറിയം റഷീദയ്ക്ക് തിരുവനന്തപുരത്ത് നിന്ന് ശ്രീലങ്കയിലേക്ക് പോകാൻ കഴിഞ്ഞതുമില്ല. രേഖകൾ മടക്കി കിട്ടാൻ പലതവണ ഓഫീസിലെത്തിയെങ്കിലും വിജയൻ ഇല്ലെന്ന മറുപടിയാണ് മറിയത്തിന് കിട്ടിയത്. പക്ഷേ 20-ന് അവർ ഹോട്ടൽ വിട്ട് അവർക്ക് പരിചയമുള്ളവർ താമസിക്കുന്ന ഒരു വീട്ടിലേക്ക് മാറുന്നു. വിസ കാലാവധി കഴിഞ്ഞ് ഇന്ത്യയിൽ താമസിച്ച കുറ്റത്തിന് മറിയം റഷീദയ്ക്കെതിരെ കേസെടുക്കാൻ പോലീസ് കമ്മീഷണർ നിർദ്ദേശം കൊടുക്കുന്നു. തുടർന്ന് 20-ാം തീയതി അവരെ S. വിജയൻ ഓഫീസിലേക്ക് വിളിച്ചു വരുത്തി അറസ്റ്റ് ചെയ്തതായി അറിയിക്കുന്നു. ഇതോടെ മറിയം റഷീദ ശശികുമാറിനെ ഫോണിൽ ബന്ധപ്പെട്ടുവെന്നും VSLBയുടെ എല്ലാ വിവരങ്ങളും കൈമാറിയുമെന്നുള്ള തരത്തിൽ വാർത്തകൾ പ്രചരിക്കുന്നു. മറിയത്തിന് ചാരക്കേസിൽ കുടുക്കാൻ S. വിജയൻ മാധ്യമങ്ങൾക്ക് തെറ്റായ വിവരങ്ങൾ നൽകുകയായിരുന്നുവെന്ന് തന്നെയാണ് CBIയുടെ കുറ്റപത്രം ഇതിലൂടെ വ്യക്തമാക്കുന്നത്. മറിയം റഷീദയ്ക്കെതിരെ ഇന്ത്യയിൽ വിസ കാലാവധി കഴിഞ്ഞു, അതിനുശേഷം താമസിച്ചു എന്ന കുറ്റത്തിന് വഞ്ചൂർ പോലീസ് സ്റ്റേഷനിലാണ് ആദ്യം കേസെടുക്കുന്നത്. തുടർന്ന് മറിയം റഷീദയെ അറസ്റ്റ് ചെയ്യുന്നു. ആദ്യം കേസ് അന്വേഷിച്ചത് വഞ്ചൂർ SI ആയിരുന്ന തമ്പി S. ദുർഗാദത്താണ്. പിറ്റേന്ന് ഇവർ താമസിച്ചിരുന്ന സ്ഥലം പരിശോധിച്ച് രേഖകൾ പിടിച്ചെടുക്കുന്നു. കോടതിയിൽ ഹാജരാക്കിയ മറിയം റഷീദയെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അന്ന് വിടുന്നു.
പിടിച്ചെടുത്ത രേഖകൾ ഒരു സ്കൂൾ കുട്ടിയുടെ സഹായത്തോടെ തർജ്ജമ ചെയ്തപ്പോൾ മാലിദ്വീപ് സർക്കാരിനെ അട്ടിമറിക്കുവാനും പ്രസിഡന്റിനെ വധിക്കാനുമുള്ള പദ്ധതിയാണ് എന്ന് കണ്ടെത്തുന്നു. 1994 നവംബർ 3 കേസന്വേഷണം എസ് വിജയന് കൈമാറുന്നു. പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയ മറിയം റഷീദയെ CRPF ഗസ്റ്റ് ഹൗസിൽ ഇന്റലിജൻസ് ബ്യൂറോ ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ചോദ്യം ചെയ്യൽ നടക്കുന്നു. ഇവരിൽ നിന്ന് ലഭിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ രാജ്യത്തിൻ്റെ പരമാധികാരത്തിനെതിരെ പ്രവർത്തിച്ചുവെന്ന കുറ്റത്തിന് ഇവർ കേസെടുക്കുന്നു. കേസ് അന്വേഷിച്ചിരുന്ന എസ് വിജയൻ മറിയത്തിന് CRPF ക്യാമ്പിലെത്തിച്ച് അനധികൃതമായിട്ട് IB ഉദ്യോഗസ്ഥർക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിനായി വിട്ടു നൽകിയെന്നും അവിടെയാണ് കുറ്റപത്രത്തിൽ CBI വളരെ കൃത്യമായിട്ട് വിജയനെ കുറ്റപ്പെടുത്തുന്നത്. മറിയം റഷീദ ചാരവൃത്തിയിൽ ഏർപ്പെട്ടുവെന്ന തരത്തിൽ ഒരു പരാമർശവും കേസ് രേഖകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. എന്നാൽ പിന്നീട് എസ് വിജയൻ നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ 1994 നവംബർ 13 വഞ്ചിയൂർ പോലീസ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യുകയായിരുന്നു. APP ഹബീബ് പിള്ളയാണ് ചാരക്കേസ് രജിസ്റ്റർ ചെയ്യാൻ ഉപദേശിച്ചതെന്ന് വിജയൻ കേസ് ഡയറിയിൽ എഴുതിയിട്ടുണ്ട് എങ്കിലും ചോദ്യം ചെയ്യലിൽ ഹബീബ് പിള്ള അത് നിഷേധിച്ചു. മറിയം റഷീദയെ പോലീസ് കസ്റ്റഡിയിൽ കിട്ടാൻ വേണ്ടി കെട്ടിച്ചമച്ചതാണ് ISRO ചാരക്കേസ് എന്നാണ് അന്വേഷണത്തിൽ വ്യക്തമാകുന്നത് എന്ന് CBI തന്നെ കുറ്റപത്രത്തിൽ പറയുകയും ചെയ്യുന്നു. കേസിൽ മാലദ്വീപ് സ്വദേശിനിയായ ഫൗസിയ ഹസനെയും അറസ്റ്റ് ചെയ്തിരുന്നു. നവംബർ 15 DGPയുടെ ഉത്തരവ് പ്രകാരം കേസ് DIG CB മാത്യൂസിൻ്റെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിന് അതോടുകൂടി കൈമാറുന്നു. SPG ബാബുരാജ്, DSP KK ജോഷ്വ, SIS ജോഗേഷ്, തമ്പി S ദുർഗാദത്ത് എന്നിവരായിരുന്നു അന്ന് ആ ടീമിലുണ്ടായിരുന്നത്. തുടർന്ന് CB മാത്യൂസിൻ്റെ നിർദ്ദേശപ്രകാരം നവംബർ 21 ISROയിലെ ശാസ്ത്രജ്ഞൻ D ശശികുമാറിനെ അഹമ്മദാബാദിൽ നിന്ന് അറസ്റ്റ് ചെയ്യുന്നു. റഷ്യൻ ബഹിരാകാശ ഏജൻസിയുടെ പ്രതിനിധിയായിരുന്ന K ചന്ദ്രശേഖരൻ, ISRO ശാസ്ത്രജ്ഞൻ നമ്പി നാരായണൻ, കോൺട്രാക്ടറായ സുധീർ കുമാർ ശർമ്മ എന്നിവരെയും പിന്നാലെ അതിനുശേഷം അറസ്റ്റ് ചെയ്യപ്പെടുന്നു. കേരള പോലീസിൻ്റെ കസ്റ്റഡിയിൽ IB ഉദ്യോഗസ്ഥരായിട്ടുള്ള RB ശ്രീകുമാർ, PS ജയപ്രകാശ് തുടങ്ങിയ ഉദ്യോഗസ്ഥർ അറസ്റ്റിലായവരെ ചോദ്യം ചെയ്യുന്നു. ഗൂഢാലോചന സംബന്ധിച്ച അന്വേഷണത്തിൽ ഒപ്പുവയ്ക്കാത്ത 4 ചോദ്യം ചെയ്യൽ റിപ്പോർട്ടുകൾ CBI കണ്ടെത്തുന്നു. പ്രതിയാക്കപ്പെട്ടവരുടെ മൊഴികളും CBI പരിശോധിക്കുന്നു. എന്നാൽ ചാരപ്രവർത്തനം നടന്നുവെന്ന് തെളിയിക്കുന്ന തരത്തിലുള്ള ഒരു വകയും ഒന്നും അവർക്ക് ലഭിച്ചില്ല. തെളിവുകളിലും നിറഞ്ഞുകൊണ്ടാണ് പ്രത്യേക അന്വേഷണ സംഘം IB ഉദ്യോഗസ്ഥരും 6 പേരെ അറസ്റ്റ് ചെയ്തതും കേസിൽ കുടുക്കിയതുമെന്ന് CBI കുറ്റപത്രത്തിൽ വ്യക്തമാക്കുകയും ചെയ്യുന്നു. ചോദ്യം ചെയ്യലിനിടെ കുറ്റം സമ്മതിക്കാനായി പോലീസും IB ഉദ്യോഗസ്ഥരും മാനസികമായിട്ടും ശാരീരികമായിട്ടും ക്രൂരമായിട്ട് പീഡിപ്പിച്ചുവെന്ന് നമ്പി നാരായണനും D ശശികുമാരനും ഒപ്പം തന്നെ മറിയം റഷീദയും ഫൗസിയ ഹസൻ എന്നിവർ പറഞ്ഞതായി CBI വ്യക്തമാക്കുകയും ചെയ്യുന്നു. PS ജയപ്രകാശാണ് അതിക്രൂരമായി പീഡിപ്പിച്ചതെന്ന് നമ്പി നാരായണനും ശശികുമാരനും പറയുന്നു. നമ്പി നാരായണനെ കൂടുതൽ മർദ്ദിക്കരുതെന്ന് പോലീസുകാരോട് പറഞ്ഞതായി സാക്ഷിയായിട്ടുള്ള ഡോക്ടർ V സുകുമാരൻ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ മെഡിക്കൽ റിപ്പോർട്ടുകൾ മനഃപൂർവ്വം പൂഴ്ത്തിവെക്കുകയാണ് കേരള പോലീസ് ചെയ്തത് എന്നും CBI കണ്ടെത്തുകയും കുറ്റപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്പി നാരായണനെ അറസ്റ്റ് ചെയ്തത് DIG ആയിരുന്ന CB മാത്യൂസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എന്ന് SIT അംഗമായിരുന്ന ജോഗേഷ് മൊഴി നൽകുകയും ചെയ്തു. നമ്പി നാരായണൻ ചെയ്ത കുറ്റം സംബന്ധിച്ച് ഒരു തെളിവും തനിക്ക് ലഭിച്ചില്ല എന്ന് ജോഗേഷ് പറയുകയും ചെയ്യുന്നു. IB ഉദ്യോഗസ്ഥർ നമ്പി നാരായണനെ ചോദ്യം ചെയ്യുമ്പോൾ മുറിയിൽ പ്രവേശിക്കാൻ അനുവദിച്ചിരുന്നില്ല എന്നും ജോഗേഷ് അവിടെ വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. നമ്പി നാരായണനെ ചോദ്യം ചെയ്ത് റിപ്പോർട്ട് എഴുതിയത് ജോഗേഷ് ആണെന്ന് കേസ് ഡയറിയിൽ പറയുന്നുണ്ട്. എന്നാൽ CBI ചോദ്യം ചെയ്യലിൽ ജോഗേഷ് ഇത് നിഷേധിക്കുകയും ചെയ്തു. നമ്പി നാരായണൻ്റെ മൊഴി ഒപ്പില്ലാതെ CB മാത്യൂസ് ടൈപ്പ് ചെയ്ത് നൽകിയത് അതേപടി പകർത്തി എഴുതുകയായിരുന്നു എന്ന് തന്നെയാണ് ജോഗേഷ് പറഞ്ഞത്. CB മാത്യൂസിൻ്റെ നിർദ്ദേശപ്രകാരം KK ജോഷ്വയാണ് തെറ്റായ കേസ് രേഖകൾ തയ്യാറാക്കിയത് എന്ന് CBI കുറ്റപത്രത്തിൽ അക്കമിട്ട് പറയുന്നു. RB ശ്രീകുമാറിൻ്റെ നിർദ്ദേശമനുസരിച്ചാണ് SIBയിലെ അന്നത്തെ ഉദ്യോഗസ്ഥർ ചോദ്യം ചെയ്തത് എന്ന് D ശശികുമാരൻ CBIക്ക് മൊഴി നൽകുകയും ചെയ്തു. ഇങ്ങനെ കൃത്യമായ മൊഴികളുടെ അടിസ്ഥാനത്തിൽ വളരെ കൃത്യമായിട്ടുള്ള മൊഴികൾ കണ്ടുപിടിച്ച് മനസ്സിലാക്കി തിരുത്തലുകൾ വരുത്തേണ്ട തരത്തിലേക്കുള്ള മൊഴികൾ കണ്ടെത്തപ്പെട്ടപ്പോഴാണ് ഈ കേസ് കെട്ടിച്ചമച്ചതാണെന്നും ഒരാളുടെ ലൈംഗിക തൃഷ്ണ ശമിപ്പിക്കുന്നതിന് മറിയം റഷീദ എന്ന സ്ത്രീ നിന്നുകൊടുക്കാത്തതാണ് നമ്പി നാരായണനെ പോലുള്ള വലിയ ശാസ്ത്രജ്ഞരടക്കം ഇതുപോലൊരു കേസിനുള്ളിലേക്ക് വലിച്ചഴിക്കപ്പെട്ടത് എന്നുള്ളത് ഖേദകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇത്തരത്തിൽ ഒരാളുടെ ലൈംഗിക ആവശ്യത്തിന് വേണ്ടിയാണോ ഇന്ത്യ എന്ന് പറയപ്പെടുന്ന മഹാരാജ്യത്ത് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യങ്ങൾ നടക്കുന്നത് എന്നും നിയമം പരിപാലിക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ നിയമത്തെ കയ്യിലെടുക്കുകയും ആ നിയമത്തെ ദുരുപയോഗം ചെയ്യുകയും ചെയ്താൽ ഇവരെയൊക്കെ ഒരിക്കലും പുറത്തിറങ്ങാത്തവണ്ണം ജയിലഴികൾക്കുള്ളിലേക്കാക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യരുത്. അത് എത്ര കൊടികൊട്ടിയ വമ്പനാണെങ്കിലും.